ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പദ്ധതികൾ വാരിക്കോരി നൽകി പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അവഗണിച്ച് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ്. ബീഹാറിന് മെഡിക്കൽ കോളേജ്, വിമാനത്താവളം, ദേശീയപാത വികസനം, ക്ഷേത്ര ഇടനാഴി ഉൾപ്പെടെ പ്രഖ്യാപിച്ചു. ആന്ധ്രയ്ക്ക് 15,000 കോടിയുടെ പാക്കേജും പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ നൈപുണ്യ മേഖലയ്ക്ക് 1.48 ലക്ഷം കോടിയും 1.52 ലക്ഷം കോടി കാർഷിക അനുബന്ധ മേഖലയ്ക്കും പ്രഖ്യാപിച്ചു. കർഷകർക്കുള്ള ധനസഹായം 6,000 രൂപയായി തന്നെ തുടരും. വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുകയും പുതിയ സ്കീമിലുള്ള ആദായ നികുതി സ്ലാബ് പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പൂർണ്ണമായും സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതാണ്. നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും സമ്മർദ്ദത്തിന് മുന്നിൽ മുട്ടുമടക്കിയ കേന്ദ്രം ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പാക്കേജുകൾ നൽകി. ബീഹാറിന് പുതിയ വിമാനത്താവളവും മെഡിക്കൽ കോളേജുകളും അനുവദിക്കും. ബീഹാറിൽ ദേശീയപാത വികസനത്തിന് 26,000 കോടി, സംസ്ഥാനത്തിന് സാമ്പത്തിക ഇടനാഴി, റോഡ്, എക്സ്പ്രസ് ഹൈവേ, വെള്ളപ്പൊക്ക പ്രതിരോധത്തിനായി 11,500 കോടി, അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ ധനസഹായം, 2 ക്ഷേത്ര ഇടനാഴി തുടങ്ങിയ വൻ പദ്ധതികളാണ് ബീഹാറിന് പ്രഖ്യാപിച്ചത്. ആന്ധ്രാപ്രദേശിന് 15,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചു. ആന്ധ്രയിൽ മൂലധന നിക്ഷേപം കൂടും. ആന്ധ്രയിലെ പിന്നാക്ക വിഭാഗങ്ങൾക്കായി പ്രത്യേക പദ്ധതി തുടങ്ങിയവയും പ്രഖ്യാപിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, യുവജനക്ഷേമം, കൃഷി, സ്ത്രീ സുരക്ഷ എന്നിവയിലൂന്നിയ ബജറ്റെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് 1.48 ലക്ഷം കോടി പ്രഖ്യാപിച്ചു. കർഷകർക്ക് 1000 ബയോ റിസർച്ച് സെന്റർ, പച്ചക്കറി ഉൽപാദനത്തിന് ക്ലസ്റ്ററുകൾ എന്നിവ പ്രഖ്യാപിച്ചപ്പോൾ കർഷകർക്കുള്ള ധനസഹായം 6,000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല. 1.52 ലക്ഷം കോടി കാർഷിക അനുബന്ധ മേഖലകൾക്ക് പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് 10 ലക്ഷം വായ്പാ സഹായം, മുദ്രാ ലോൺ പരിധി 20 ലക്ഷമായി ഉയർത്തി. ആദ്യമായി ജോലിക്ക് കയറുന്ന യുവാക്കൾക്ക് ആദ്യ മാസ ശമ്പളം കേന്ദ്രം നൽകും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് 5,000 രൂപ നൽകും എന്നിവയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3 കോടി വീടുകൾ, 1 കോടി വീടുകളിൽ സൗജന്യ സൗരോർജ്ജ പദ്ധതി, സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശരഹിത വായ്പ എന്നിവയും പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന ഫേസ് 4 പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രളയ ദുരിതം നേരിടാൻ വിവിധ സംസ്ഥാനങ്ങൾക്ക് പദ്ധതി പ്രഖ്യാപിച്ചപ്പോഴും കേരളത്തെ ഒഴിവാക്കി. ബീഹാർ, ആസാം, സിക്കിം, ഹിമാചൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെയാണ് പരിഗണിച്ചത്. ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യാനും തീരുമാനിച്ചു. വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് 35% കുറയ്ക്കും. വിദേശ ക്രൂയിസ് കമ്പനികൾക്ക് രാജ്യത്ത് ആഭ്യന്തര ക്രൂയിസുകൾ പ്രവർത്തിപ്പിക്കാൻ നികുതി ഇളവ് പ്രഖ്യാപിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ആദായ നികുതി ഒഴിവാക്കിയതിനു പുറമെ ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടി ഉണ്ടാകില്ലെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. പുതിയ സ്കീമിൽ ആദായ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ചു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 നിന്ന് 75,000 രൂപയാക്കി. അതേസമയം പഴയ സ്കീമിൽ മാറ്റങ്ങൾ വരുത്തിയതുമില്ല. 3 ലക്ഷം രൂപ വരെ നികുതിയില്ല. 3 മുതൽ 7 ലക്ഷം വരെ വരുമാനത്തിന് 5% നികുതി, 7 മുതൽ 10 ലക്ഷം വരെ 10%, 12 മുതൽ 15% വരെ 20%, 15 ലക്ഷത്തിന് മുകളിൽ 30%വുമാണ് നികുതി. കേന്ദ്ര ബജറ്റ് മോദി സർക്കാരിനെ സംരക്ഷിക്കാൻ ആന്ധ്രയ്ക്കും ബീഹാറിനുമുള്ള ബജറ്റായി മാറിയെന്ന വിമർശനമാണ് ശക്തമാകുന്നത്. ക്യാമറാമാൻ സഞ്ജയ്ക്കൊപ്പം വിഷ്ണു തലവൂർ.